ഹായ് വെൽക്കം ടു ടോക്ക് ടൈംസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ തലേദിവസം ചേട്ടായി വന്നപ്പം കുറച്ച് കേതളും കുഞ്ഞമത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേതൾ വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് പുരട്ടി വെക്കാം കേട്ടോ. ഇത് വൈകുന്നേരം എടുക്കുന്നുള്ളൂ. പിന്നെ ചെറിയ കുഞ്ഞ് മത്തി മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പുളിമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം ചേട്ടായിക്ക് ഇതൊന്നും അറിയണേ ഞാൻ തലേ ദിവസം ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പന്നി മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ ഞാനിത് വാങ്ങിയത് പറഞ്ഞില്ലല്ലോ പുള്ളിക്കാരനോട്. അങ്ങനെ ആയിപ്പോയതാണ്. ഞാനത് പറയാതിരുന്നതെന്നു വെച്ചാൽ ചേട്ടായിൻ്റെ ബർത്ത്ഡേ ആട്ടോ ഇന്ന്. അപ്പോൾ പുള്ളിക്കാരൻ അറിയാതെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു സർപ്രൈസായിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷമൊക്കെ നടത്താമെന്ന് വിചാരിച്ച് ഞാനെല്ലാം പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് എല്ലാം സെറ്റാക്കി വരുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ചേട്ടായിൻ്റെ മൂത്ത പെങ്ങളും മോളും മക്കളൊക്കെ കൂടി വന്നു കേട്ടോ. അപ്പോൾ അവർ ശരിക്കും ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞ് വന്നല്ല, മോളുടെ കല്യാണം ഒക്കെ ആയതുകൊണ്ട് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ആരെ വിളിക്കണം, എന്തെല്ലാം നടത്തണം, അങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇളയ പെങ്ങളും വന്നു. അപ്പോൾ അവർ കുറേ നാൾ കൂടി അവർ തലേദിവസം വന്നായിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരും കൂടി വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ആരും അത്ര ഓർത്തിട്ടൊന്നുമില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. ബർത്ത്ഡേ എന്നൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നു. എപ്പോഴും നമ്മൾ വലിയവരെയൊന്നും ആഘോഷിക്കാറില്ലല്ലോ. പക്ഷെ ഞാനൊരു 4-5 വർഷമായിട്ടല്ല, ഞാൻ വന്ന പിന്നെ എന്തെങ്കിലും ഒരു മുട്ടായിലും കൊടുത്ത് ചേട്ടൻ്റെ ബർത്ത്ഡേ എപ്പോഴും ആഘോഷിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാനിവിടെ സെറ്റാക്കിയതായിരുന്നേ. അപ്പം എന്തായാലും ബർത്ത്ഡേ അടിപൊളി കളറായി. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വന്നല്ലോ. ചേട്ടൻ്റെ കൂടപ്പിറപ്പുണ്ട്, അമ്മയുണ്ട്, അനിയനും എല്ലാവരും ഉണ്ടല്ലോ, പെങ്ങന്മാരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ ആഘോഷം സ്പെഷ്യൽ തന്നെയല്ലേ. നമ്മൾ മാത്രം ആകുന്നതും അവരെല്ലാവരും ഉള്ളതും ഒരു വേറെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചതിലും കളറായിട്ടോ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ പന്നി കുക്കറിലിട്ട് 4 വിസിലൊക്കെ അടിച്ച് മസാലയൊക്കെ ചേർത്ത് ഞാൻ വരട്ടിയെടുക്കുകയോ ചെയ്തു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ എല്ലാവരും കേക്ക് മുറിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വൈകുന്നേരം പിന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചേട്ടോ. അപ്പം വൈകുന്നേരം പരിപാടി സെറ്റാക്കി ഇച്ചിരി ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നാടൻ രീതിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി പിന്നെ സർപ്രൈസ് പോയില്ല. അപ്പം പിന്നെ എല്ലാവരും വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചേട്ടൻ വിചാരിച്ചു ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവരും കൂടെ കഴിക്കുന്ന അങ്ങനെയുള്ളൂ എന്ന്. കേക്ക് പക്ഷേ സർപ്രൈസായി തന്നെ ഇരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടുത്ത വീട്ടിലെ കൊച്ച് സെറ്റാക്കി തന്ന മുറിക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് കേട്ടോ കേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും അതൊരു സർപ്രൈസായി. പിന്നെ എല്ലാവരും കൂടി പിള്ളേരും എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ മുറിച്ചു. ഒരു രസമാട്ടോ. ചേട്ടയ്ക്കാണെന്ന് ഓണമായിട്ട് പാടില്ല. ഇതുപോലെ എല്ലാവരും നിന്ന് പുള്ളിക്കാരനെ വറുത്തരയ്ക്കുന്നു അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നല്ലാണ്ട് ഇതുപോലെയൊന്നും ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ സന്തോഷം കൊണ്ടാണോ എന്തോ എന്തൊക്കെയോ ഒരു എന്തെല്ലോ ഒരു കളിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും പരിപാടി എന്തായാലും ഉഷാറായി, അടിപൊളിയായി. അപ്പം അങ്ങനെ പിന്നെ ആളാമേത ഫോട്ടോ എടുക്കുന്നു, കേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിലും ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊന്നും അല്ലെങ്കിലും എല്ലാവരും കൂടിയൊക്കെ വരുന്ന ദിവസം ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഒരുപാട് രാത്രി 1 മണിയാണോ 2 മണിയാണോ എപ്പോഴാണ് കിടക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒന്നെങ്കിൽ തറവാട്ടിൽ പോകും. തറവാട്ടിൽ പോയി കഴിഞ്ഞ് ഞങ്ങളൊരു പ്രാവശ്യം വെളുപ്പിന് പിറ്റേ ദിവസം 4 മണിക്ക് വരെ തിരിച്ചു വന്ന ദിവസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതുപോലെ എല്ലാവരും കൂടി കുത്തിയിരുന്ന് വർത്താനം പറയും കേട്ടോ. ഒരു രസമാണ്, തമാശയും പറഞ്ഞ്. എന്നാൽ കാര്യമായിട്ട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ട് അതൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും കൂടി ഒരു അടിപൊളിയാക്കുവാണേ. അങ്ങനെ അപ്പം ഞാനിന്ന് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത് മത്തി പുളിമുളക് ഇട്ടത്, മീൻ വറുത്തത്, പപ്പടം, കപ്പ, ചോറ്, തോരൻ, പിന്നെ പന്നിക്കറി, ചിക്കൻ കറി, അങ്ങനെ അപ്പോൾ എല്ലാം പറഞ്ഞു തോന്നും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഇരുന്നത്. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. അപ്പോൾ ചേട്ടൻ പറയാം ബർത്ത്ഡേ കുട്ടിക്ക് അവസാന ചോറായിരുന്നു. ഞാനും ചേട്ടൻ ഒന്നിച്ചിരിക്കാൻ വേണ്ടി ലാസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. അമ്മച്ചിയൊക്കെ നേരത്തെ കഴിച്ചു. 3-4 ട്രിപ്പായിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നേ. എന്നാലും ഞങ്ങളുടെ ചുറ്റും ഉണ്ട് കേട്ടോ അവരെല്ലാവരും. പിള്ളേരൊക്കെയാണ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ സന്തോഷം പറയാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ്. 2 ദിവസമായി ഇത് എഡിറ്റ് ചെയ്തും ഓരോ പരിപാടിയായിട്ട് വെക്കുന്നു. അപ്പോൾ എന്നും ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് നെറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്നും ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഒരു 3 മാസമായിട്ടുള്ളൂ, 3-3.5 മാസമായിട്ടുള്ളൂ കൃത്യമായി ദിവസവും വീഡിയോ ഷോർട്സ് ആണെങ്കിലും
ഷോർട്സ് ഒന്നെങ്കിലും ഇടാൻ തുടങ്ങിയിട്ട് 4 വർഷമൊക്കെ ആയി ചാനലൊക്കെ തുടങ്ങിയിട്ട്. പക്ഷേ ഷോർട്സ് നിർത്താതെ ഒന്നെങ്കിലും ചാനൽ കുറച്ച് ആക്റ്റീവായിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് ആ 3 മാസം കൊണ്ട് എനിക്ക് 1K ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാട്ടോ. അപ്പോൾ അതുപോലെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.